TMC ഗുണ്ടകളുടെയും നേതാക്കളുടെയും അഴിഞ്ഞാട്ടത്തിൽ തകർന്ന് തരിപ്പണമായ സന്ദേശ് ഖാലിയിലെ പ്രതിഷേധം ഇരമ്പുകയാണ്. അത് അക്രമാസക്തമായി മാറുന്നു. പലപ്പോഴും കഴിഞ്ഞ ദിവസം ഈ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ അനധികൃതമായി പിടിച്ചെടുത്ത ഭൂമിയിൽ കെട്ടിയുയർത്തിയ കെട്ടിടങ്ങൾ തീയിട്ടുകൊണ്ടാണ് പ്രതിഷേധിച്ച സ്ത്രീകൾ മുന്നിട്ടിറങ്ങിയതെങ്കിൽ ഇന്നലെ അവിടെ എത്തിയ BJPയുടെ MP ലോക്കറ്റ് ചാറ്റർജിയെ പോലീസും ഗുണ്ടകളും ചേർന്ന് തടയുകയുണ്ടായി. തുടർന്ന് അവിടെ എത്തിയ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് അജിത് മെയ്ത്തിയെ ജനങ്ങൾ അതിക്രൂരമായി മർദ്ദിച്ചു, ചെരുപ്പ് കൊണ്ട് അടിക്കുകയും ഒപ്പം തന്നെ ഈ അജിത് മെയ്ത്തിയുടെ വീട് തകർക്കുകയും ചെയ്തിരിക്കുന്നു. ബർമൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ നേതാവിൻ്റെ വീടുള്ളത്. ഈ വീടിന് നേരെ കല്ലെറിയുകയായിരുന്നു. വലിയ ജനക്കൂട്ടം, സ്ത്രീകളായിരുന്നു കൂടുതലും. ഇവർ ആയിരുന്നു ശക്തമായി. നമ്മൾ ഈ ഒരു കാഴ്ച മുൻപ് കണ്ടിട്ടുള്ളതാണ്. നന്ദിഗ്രാം വിഷയം ഉയർന്നു വന്ന് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് എത്തിയപ്പോൾ വഴിയിലിറങ്ങാൻ പോലും CPMകാർക്ക് അല്ലെങ്കിൽ സഖാക്കൾക്ക് ഭയമായിരുന്നൊരു കാലം ബംഗാളിലുണ്ടായിരുന്നു. എവിടെ CPMകാരെ കണ്ടാലും ജനം ഓടിച്ചിട്ട് തല്ലുന്ന കാഴ്ച, സമാനമായ കാഴ്ചയാണിപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് ഈ സന്ദേശ് ഖാലി അടക്കം നോർത്ത് ഫർഗാനയിലെ ജില്ലകളിലടക്കം പലയിടത്തും അനുഭവിക്കേണ്ടി വരുന്നത്. ഇത് കണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന സഖാക്കളായിരിക്കും. കാരണം തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകളുടെയും നേതാക്കന്മാരുടെയും തല്ലുകൊണ്ട് വശം കെട്ട സഖാക്കൾ ഇപ്പോൾ ഗൂഢമായി ചിരിക്കുന്നുണ്ടാകും. ഇത് തങ്ങൾക്ക് വന്ന അതേ ഗതി ഇപ്പോഴിതാ ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കൾക്കും ഗുണ്ടകൾക്കും വന്നതോർത്ത ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.